ഹായ് ഫ്രണ്ട്സ്, പച്ചരി മാത്രം ഉപയോഗിച്ചിട്ട് ഉഴുന്നൊന്നും കൂട്ടാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ നമ്മളിവിടെ ആക്കുന്നത്. ഇവിടെ ഞാൻ 2 ഗ്ലാസ് പച്ചരി തലേന്ന് കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് സോഫ്റ്റ്നെസ്സിന് വേണ്ടി നമ്മൾ ഇച്ചിരി ചോറ് ആഡ് ചെയ്യണം. ഇതില്ലെങ്കിൽ നമുക്ക് അവൽ വെള്ളത്തിൽ കുതിർത്തിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഉപ്പും ഞാനൊരു അര സവാള ആഡ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമില്ല. നമ്മൾ സാധാരണ വെള്ളം ആഡ് ചെയ്യണം. വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടുതൽ വേണം കേട്ടോ ഈ ദോശയ്ക്ക്. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പം നമ്മൾ മിക്സി ജാറിലേക്ക് ഈ പറഞ്ഞ എല്ലാ ചേരുവകളും ആഡ് ചെയ്യണം. അപ്പം ഞാൻ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് സവാള മുറിച്ചിട്ടു. ഒരു പിടി ചോറായിട്ടിട്ടുള്ളത് സോഫ്റ്റ്നെസ്സിന്. ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കുറച്ച് അധികം ആഡ് ചെയ്യണം. അരി മുങ്ങി കിടക്കുന്ന പോലെ വെള്ളം ആഡ് ചെയ്യാം. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. നല്ലപോലെ അരയണം കേട്ടോ. നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടുക. നല്ല വെള്ളം പോലെ ഇരിക്കും. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്യുക കേട്ടോ. കുറച്ച് കട്ടിയിൽ അരച്ചാലും നിങ്ങൾ പിന്നീട് വെള്ളം ആഡ് ചെയ്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യുക. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് കട്ടിയുള്ള കല്ലാണ് കേട്ടോ നമ്മൾ ഇത് ദോശ ഉണ്ടാക്കാൻ ഉപയോഗിക്കേണ്ടത്. ഇത് നോൺ സ്റ്റിക്കിൽ ആക്കാൻ പറ്റാത്തൊരു ദോശയാണ്. അപ്പോൾ നന്നായിട്ട് കാഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മളിതിൽ ആക്കാൻ പാടുള്ളൂ. ഒന്ന് എണ്ണ വെച്ച് വെളിച്ചെണ്ണ വെച്ച് ഗ്രീസ് ചെയ്യണം. കണ്ടോ, ഇതുപോലെ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക വേണ്ടത്, അല്ലാണ്ട് പരത്തി കൊടുക്കുകയല്ല. നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു മൂടി വെച്ചിട്ട് നമുക്ക് ഒരു സാധാരണ നമ്മൾ ദോശ വേവിക്കുന്ന പോലെ ഒരു കുറച്ച് 2-3 മിനിറ്റ് വേവിക്കുക. അതിൻ്റെ മുകളിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ അതാ ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ വരും. ഭയങ്കര ടേസ്റ്റാണ്. ഇതിന് പ്രത്യേകിച്ചൊരു കറിയൊന്നും വേണ്ട കേട്ടോ. എല്ലാവരും ഒന്ന് ആക്കി നോക്കണേ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. താങ്ക്